ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് പുറത്തേക്ക് പോകണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ചുട്ടി കിട്ടിയപ്പോൾ പുറത്തേക്ക് പോകാമെന്നൊക്കെ പെട്ടെന്ന് ചുട്ടി കിട്ടി പെട്ടെന്ന് പോകാറുള്ളൂ. ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ ഒരുമിച്ച് കിട്ടിയാൽ പോകാമെന്നൊക്കെ. അപ്പോൾ ഞങ്ങളിന്ന് ചുട്ടിയെ കിട്ടി പുറത്ത് പോകാൻ. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് വരാം. 8 വരുമ്പോഴേക്ക് റെഡി ആവണം, അല്ലെങ്കിൽ ഇപ്പോൾ റെഡി ആയിട്ടില്ലെങ്കിൽ ചീത്ത വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ റെഡി ആവട്ടെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ റെഡിയായി നിന്നപ്പോഴേക്കും ഒരു വണ്ടിയൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടിപൊളിയാണ് കേട്ടോ. കാരണം നമ്മുടെ നാടെങ്ങനെയോ സത്യം പറഞ്ഞാൽ അങ്ങനെ കേട്ടോ. കേരളമൊക്കെ എങ്ങനെയാണോ അതുപോലെ. കാരണം ഫുള്ള് പച്ചപ്പും ഹരിതാപവും അങ്ങനെയുള്ളത് സമയവും കേട്ടത്. ഇപ്പോൾ എന്താ പറയുക, ചൂടായി തുടങ്ങിയതായി. ഇതൊക്കെ മൊത്തം പാടങ്ങളാണ്. ഇതൊക്കെ കൊയ്ത്ത് കഴിഞ്ഞപ്പോൾ ഇതായിട്ട് ഇട്ടിരിക്കുകയാണ്. നെല്ല് പാകി അത് ഇതാവണ സമയത്ത് വരണം ഭയങ്കര രസമാണ്. കാരണം ഫുള്ള് പാടങ്ങളാണ്, പച്ചപ്പ് നിറഞ്ഞ് കാണാം കേട്ടോ. ഇതൊക്കെ പാടങ്ങളാണ് കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് വീഡിയോസും എടുക്കണം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ പോകുന്നത്. അതുപോലെ ഇവിടുത്തെ വീടുകൾ കണ്ടു നിങ്ങൾ, കുഞ്ഞു കുഞ്ഞു വീടുകളാണ്. അതായത് കൃഷിയും ഇതും ചെയ്ത് മാത്രം ജീവിക്കുന്ന ആൾക്കാർ പറയില്ലേ, അങ്ങനെ കേട്ടോ. 1 or 2 ഇതുപോലെ വലിയ വീടുകൾ കാണാം. അതുപോലെ ചാണകം മെഴുകിയത്, കളിമണ്ണും കൊണ്ട് ഉണ്ടാക്കിയ വീട്, അങ്ങനെയൊക്കെയുള്ള വീടുകളാണ് കേട്ടോ അവിടെ കൂടുതലുള്ളത്. അപ്പോൾ നല്ല രസമാണ് ഇത് കൂടെ പോകാൻ. കാരണം കണ്ടോ, കുറേ ഇവർ വളർത്തതായി തോന്നുന്നു കേട്ടോ. മറ്റേ പോത്ത് അതൊക്കെ ഉണ്ട് കേട്ടോ. എരുമയോ പോത്തോ എന്താ എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡാൻസ് ചെയ്യാനുള്ളൊരു നല്ല സ്ഥലം കണ്ടപ്പോൾ റോട്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയിട്ട് എടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ വണ്ടി ഒരു സൈഡാക്കിയിട്ട് വെക്കാൻ പറഞ്ഞിട്ട്, റോഡല്ലേ വണ്ടികൾ പോകുന്ന ഇതല്ലേ പറഞ്ഞിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച്. അതിന് ശേഷം ഞങ്ങളിങ്ങനെ ഡാൻസ് ഒക്കെ എടുക്കാൻ പറഞ്ഞാൽ അങ്ങോട്ടും കൂടെ നടക്കുകയാണ്. കുറച്ച് മുടിയൊക്കെ പാറിയതൊക്കെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ അവൾ. അവനായിട്ടോ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡാൻസ് വീഡിയോ ഒക്കെ എടുത്ത് ഈ വീഡിയോ വഴിയേ വരും കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങളങ്ങനെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വണ്ടിയിൽ പോയി. ഞങ്ങൾക്കൊരു ഇതൊന്നും ലക്ഷ്യമൊന്നുമില്ല എവിടേക്കാണ് പോകുന്നത്, വീഡിയോസ് എടുക്കണം എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ കണ്ടുവരുന്ന സാധനമാണ് ഈ കുരങ്ങന്മാർ. അതിനൊരു ക്ഷാമമില്ലാതെ ഇവിടെ കിട്ടും. ഇതൊരു നല്ല സ്പോട്ട് കണ്ടപ്പോൾ നിർത്തി. പക്ഷെ ഭയങ്കര വെയിലായിരുന്നു ഗായ്സ്. എന്തൊരു വെയിലായിരുന്നു. വെയിലില്ലെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി ഇവിടെ കാണാനില്ല. അതിൻ്റെ സെൻറ്ററിലൊരു ഇതുണ്ട്, പുഴ പോലെ, ഇപ്പം എന്തോ ഒരു അരുവി പോലെ ഒരു സാധനം കാണാനുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, അവിടെ നിർത്തിയിട്ട് പിന്നെ ഇതായി ഉണ്ടോ ഇവിടുത്തെ ദൈവം കേട്ടോ. ശിവനെ പൂജിക്കുന്ന ഒരു അമ്പലമല്ല, ചെറിയൊരു ഇതുപോലെ. പിന്നെ ഇവിടെ നിന്ന് വേറൊരു ഡാൻസ് വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പച്ചപ്പുള്ള സമയം പറഞ്ഞില്ല, അതിൻ്റെ കുറച്ചൊക്കെ ഇതാട്ടോ. പിന്നെ ഒരു പാലത്തിൽ കൂടെ പോയപ്പോൾ ഇവിടെയൊക്കെ മഴയത്ത് വരണം ഗായ്സ്. എൻ്റെ പൊന്നോ എന്ത് രസമായിരിക്കും എന്നറിയോ കാണാൻ. പിന്നെ ഞങ്ങൾ വെള്ളം കുടിക്കാൻ തയ്ച്ചപ്പോൾ പോണ വഴിക്കൊരു കട കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടിയൊക്കെ നിർത്തി വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. ഇത് എന്ത് മരമാണെന്ന് എനിക്കറിയില്ല, കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നിയപ്പോൾ എടുത്തതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ മാങ്ങ മൊത്തം പൂത്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ സിറ്റിക്ക് അവിടെ എത്തി. അതായത് 1.5-2 മണിക്കൂറിന് ശേഷമാണ് ഈ സിറ്റിക്ക് എത്തുന്നത്. ആലോചിക്കണം കേട്ടോ, അത്രയും ഉള്ളേരിയ കൂടെ ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുക, അപ്പോഴേക്കും ഉച്ചയായി. ഫുഡൊക്കെ കഴിക്കുക പറഞ്ഞിട്ട് ബിരിയാണിയൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു. നാട്ടിലത്തെ ഒരു അരിയില്ലേ, അങ്ങനത്തെ ആ അരിയിൽ കിട്ടണം. ഇവിടെ അത് പൊതുവെ അത് കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചു, കുഴപ്പമൊന്നുമില്ല, നല്ല ബിരിയാണി. ഇങ്ങനെ ഇവിടെ കുരങ്ങന്മാരും സിംഹവാലം കുരങ്ങന്മാരും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്തൊക്കെ മരങ്ങളുണ്ട് കേട്ടോ. അതുപോലെ പുലി, കടുവ, മയിൽ, മാന് ഇതെല്ലാം ഇവിടെ കാണാൻ കിട്ടുന്നതായിരിക്കും കേട്ടോ. പുലി ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട് ഒരു സമയത്ത് ഇവിടെ, ആരൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ആദ്യം ഞങ്ങൾ ബയ്യാറ് പോയി ബിരിയാണി കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ വീട്ടിലേക്ക് പോകാമെന്നുള്ള പ്ലാനിങ്ങിനായിരുന്നു. പിന്നെ അവൻ പറഞ്ഞു അവിടെ എന്തോ റിസോർട്ട് പോലെ ഒരു ഇതുണ്ട്, അവിടെ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പണ്ടത്തെ ഓരോ സാധനങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയിട്ടുണ്ടോ പുലിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് പിക്ചറും കാര്യങ്ങളും അവർ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു പാലോ എന്തോ ഒരു ഇതുണ്ട്, അവിടെ കയറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. കയറാൻ പറ്റുമോയെന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ പോയി ടിക്കറ്റൊക്കെ എടുത്തപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് കയറി. അതൊരു കാട്ടിൽ സൈഡിൽ കൂടെ ഇറങ്ങിയിട്ട് വേണമായിരുന്നു കേട്ടോ പോകാം. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഇനി ഒരു ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇവിടേക്ക് ഒരു ചെറിയൊരു വഴി ഉണ്ടായി, അത് കൂടെ ഇറങ്ങിയിട്ട് വേണം പോകാൻ. അവിടെ ഒരു പുഴ എന്തോ ഒരു സംഭവമൊക്കെ കണ്ടു ഗൈസ്. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ പോലീസ് വണ്ടിയും ജീപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. നല്ല ആംബിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. പ്ലേസ് എന്തായാലും ഇഷ്ടമായി കേട്ടോ. എന്തായാലും കുറച്ച് നടക്കാനൊക്കെ ഉണ്ടെങ്കിൽ കൂടി അടിപൊളിയായിരുന്നു. നല്ല രസമായിരുന്നു കാണാനൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് താഴത്തേക്ക് പോകണം കേട്ടോ. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ സ്റ്റേ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പുഴ പറഞ്ഞ സംഭവം. കാരണം സംഭവം അങ്ങോട്ട് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് പാറയൊക്കെ ആയിട്ട് ഭംഗിയുണ്ട്. അപ്പോൾ ഞങ്ങൾ പോണതായി പറഞ്ഞ പാലത്തിൻ്റെ മേലെ കയറാനാണ് കേട്ടോ. ഇതാ പുഴേൻ്റെ സൈഡിൽ കൂടെ ആയിട്ട് അങ്ങോട്ട് പോണത്. അപ്പോൾ അവൾക്ക് കാല് നനയ്ക്കണം പറഞ്ഞിട്ട് പുഴയ്ക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. പോയി വീഴാതിരുന്നാൽ ഭാഗ്യം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വെറുതെ വീഡിയോസൊക്കെ എടുത്തിട്ട് വിശേഷം വെറുതെ ഇതൊക്കെ കാണിച്ച് ഞങ്ങൾ നിർത്തിയിട്ടോ. ഇതാണ്ടോ ഇതിൻ്റെ മേലേക്കല്ല ഞങ്ങൾ കയറുന്നത്. പാലം കണ്ടോ, അതിൻ്റെ മേലേക്ക്. അതിൻ്റെ ഇടയിൽ 2 കൂടി അടിയായി. അപ്പോൾ വടിയിട്ട് അവനെ ഓടിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ മേലേക്കാണ്. എനിക്ക് ഒന്നാമത് ഹൈറ്റ് ഭയങ്കര പേടി കേട്ടോ. പിന്നെ ഞാൻ കയറി
കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എനിക്ക് വലുതായിട്ടൊന്നും അങ്ങോട്ട് ഇഷ്ടമായില്ല. കാരണം എനിക്ക് ഹൈറ്റ് പേടി. ഞാൻ ഹൈറ്റ് പേടിയായിട്ട് ഇത് കുലിക്കുമ്പോൾ ഞാൻ പേടിച്ചിട്ട് ഇരിക്കണം കേട്ടോ ഈ കാണുന്നത്. ഇവരെന്നെ പേടിപ്പിക്കുകയാണ് ഗൈസ്. ഞാൻ ഇവർ കുലിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം വീഴോ ഒന്നാമതേ എനിക്ക് അതിൻ്റെ മേലെ കൂടെ നടക്കാൻ തന്നെ പേടിയാണ്. പിന്നെ അവിടെ നിന്ന് ഞാൻ വേഗം ഇറങ്ങി കേട്ടോ. ഞാൻ ഒരുപാട് നിന്നില്ല, വേഗം ഇറങ്ങി കേട്ടോ. പിന്നെ അവിടെ പാർക്കെട്ടിൻ്റെ അവിടെയൊക്കെ പോയി വെറുതെ ആ പുഴേൻ്റെ അവിടേക്കൊക്കെ ഇറങ്ങിയിട്ട് ഷൂട്ട് ചെയ്ത് ഒരു സാധനം അവിടെ നിൽക്കണുണ്ടില്ലേ, അത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് കാണാമാണെങ്കിൽ. അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. കുറച്ച് ഞാൻ രംഷനായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. കുറച്ച് നേരം ഞങ്ങളവിടെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. നോക്കും മരം ഇലകളൊന്നുമില്ല ഗൈസ്. പൊതുവേ ഈ തണുപ്പത്താണ് ഇവിടെ ഇലകളും കാര്യങ്ങളൊക്കെ പൊഴിഞ്ഞു പോകുക. അപ്പോൾ ഒന്നും വേനലായപ്പോൾ ഒട്ടുമില്ല. അതേ വെള്ളം കിട്ടാഞ്ഞിട്ടാവാം ആയിരിക്കും, പുഴയുടെ അരികിൽ ഉണ്ടായിട്ടും എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം ടൈം ആയിരുന്നു. പക്ഷേ നട്ടപ്പറ വെയിലായിരുന്നു ഗായ്സ്. എന്തോ പൊന്നോ ഒടുക്കത്ത വെയിലായിരുന്നു. പിന്നെ ആ വെയിലത്ത് അങ്ങോട്ട് പോയി. പിന്നെ ഒരു വഴി കൂടെ പോയി എന്താ നല്ല രസമാണെന്നോ എന്താ കാണണ്ട എന്താ അവൻ പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ്. പോവണ്ടെന്നായി അവിടെ തൊലയാഞ്ഞത് ഭാഗ്യം. കാരണം വണ്ടി ഇടയ്ക്കിടയ്ക്ക് സ്ലിപ്പായി പോകണ്ടായിരുന്നു. ഇത് കണ്ടോ ഗായ്സ്, കൊയ്ത്തിൻ്റെ വണ്ടിയാണ് കേട്ടോ അപ്പോൾ പോയത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഗസ്റ്റ് ഹൗസിലെത്തി. വണ്ടിയൊക്കെ അവിടെ കൊടുത്ത് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും ഭയങ്കര അവശതയായി. പോയിട്ട് തണ്ണിമത്തൻ ജ്യൂസോ അല്ലെങ്കിൽ തണ്ണിമത്തൻ മറ്റേ പഞ്ചസാരയൊക്കെ ഇട്ട് കുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്തി. നമ്മൾ ക്ഷീണിച്ചു, ഭയങ്കരമായി ക്ഷീണിച്ചു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലോണം ബൈക്കിലിരുന്ന് നടുവും ഇടുപ്പും ഒക്കെ ഭയങ്കരമായിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി ഇനി ഫ്രഷായി. ഞങ്ങൾ എല്ലാവരും ഭയങ്കര ടയേർഡാണ്. ഞങ്ങളൊന്ന് ഉറങ്ങി നീക്കട്ടെ. ഉറങ്ങി നീച്ചിട്ട് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോഴുള്ള വീഡിയോയും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് ഇടാം. അപ്പോൾ ഓക്കെ. ഉറക്കമൊക്കെ കഴിഞ്ഞ് ഫേസൊക്കെ വാഷ് ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് പറഞ്ഞിട്ട് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ അടുത്താണ്, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഞങ്ങൾ എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ട് പോകാം കേട്ടോ. കണ്ടോ ഉറക്കത്ത് നീച്ചൊക്കെ കിളി പോയിരിക്കും. അവളുടെ കണ്ടോ ഒരു കിളി പോയ സാധനം. അപ്പോൾ ഞങ്ങളിങ്ങനെ റോള് മേടിച്ച് അങ്ങനെ പാർസൽ മേടിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാനിട്ട് പാർസലൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ നടന്നു. അപ്പോഴാണ് പാനിപ്പൂരി കഴിക്കാൻ പോയാലോ പറഞ്ഞിട്ട് അതും കഴിക്കാൻ വേണ്ടി പോകാട്ടോ. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരക്കൊന്നുമില്ല, കാരണം ഒരു 8:30 ആ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പാനിപ്പൂരിയും കാര്യങ്ങളൊക്കെ മേടിച്ച് അതും കഴിച്ചു. പിന്നെ കുറച്ച് കടയിൽ പോയിട്ട് ഐസ്ക്രീം കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും കുറച്ച് മേടിക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ കടയിൽ പോയി ഐസ്ക്രീമും കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ മേടിച്ചു. ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ഞങ്ങൾ തണുത്ത വെള്ളം കുടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ മേടിച്ച് വീട്ടിൽ വന്നു. അതൊക്കെ ഇനി കഴിച്ചിട്ട് വേണതാവാൻ. അപ്പോൾ തണ്ണിമത്തം കുത്തിയതുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.